പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന ചിന്തനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, നമ്മൾ നവംബർ മാസത്തിൻ്റെ അവസാനത്തേക്ക് അടുക്കുകയാണ്. നവംബർ മാസം നമ്മൾ പള്ളിക്കുദാശ കാലം ആണ് ആചരിക്കുന്നത്. യേശു സഭയെ പിതാവിന് സമർപ്പിക്കുന്നത്. നമ്മുടെ ഭാവി, സഭയുടെ ലോകത്തിന് മുഴുവൻ ഭാവി എന്തായിരിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 46-ാമത്തെ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതിൽ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മഗ്നിഫിക്കാത്ത് എന്നും സ്തോത്രഗീതം എന്നും പറയുന്നതാണ്. മറിയത്തിൻ്റെ ഈ സ്തോത്രഗീതം ആലപിക്കുന്ന സാഹചര്യം നോക്കുക. അവൾ വിവാഹ വാഗ്ദാനം ചെയ്തതാണ്. വിവാഹ വാഗ്ദാനം ചെയ്ത് വരനറിയാതെ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ ഈ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. അവൾ കുറ്റം ആരോപിക്കപ്പെടാം. ജോസഫ് അവളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ വരനറിയാതെ ഗർഭിണിയായവളെ വ്യഭിചാരത്തിന് പേരിൽ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അത്രയും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് പറയുന്നത്. പക്ഷേ അവൾക്കൊരു ഭയവുമില്ല. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എനിക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയം സമ്മതം മൂടിയത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ഇടപെടലിന് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ ഉള്ളിൽ അറിയുന്ന സന്തോഷമാണ്. ഇതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയും എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയാലും ഹൃദയത്തിൽ ഈ സന്തോഷമുണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലേക്കാണ് നമ്മൾ പോവുക. നമ്മുടെ ഈ പള്ളിക്കുദാശക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആവട്ടെ. ദൈവത്തിലേക്കാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കാലഘട്ടം. മറിയത്തെ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കാരണം എൻ്റെ ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറുന്നത്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏത് സാഹചര്യത്തിലും മറിയത്തോടൊന്നിച്ച് ഈ സ്തോത്രഗീതം ആലപിക്കാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മൾ ഒരിക്കൽ ദൈവത്തോടൊന്നിച്ച് ആയിരിക്കേണ്ടവരാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് സന്തോഷത്തോടെ കഴിയാനായിട്ട് വിളിക്കപ്പെട്ട മക്കളാണ്. ആ ബോധ്യത്തിലൂടെ നമുക്കും പറയാം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം നിൻ വഴിയേ